സൂര്യചന്ദ്ര ഭാഗം 27. ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നാരായണൻ നായരുടെയും മിക മഹേശ്വരിയുടെയും മരണത്തെക്കുറിച്ചാണ്. ഈ ഗായത്രി ദേവിയുടെ പുറകില് ആരെങ്കിലും ഉണ്ടോ എന്ന് കൂടി ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കാത്തിരുന്നേ പറ്റൂ. അധികം വൈകാതെ യഥാർത്ഥ സത്യങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അതിനു മുമ്പ് രണ്ടുപേര് കൂടി എടുത്തുചാടി പ്രവർത്തിക്കരുത്, രുദ്ര പറഞ്ഞു. അപ്പോഴേക്കും കോളിംഗ് ബെൽ ശബ്ദം കേട്ടു. രുദ്ര അവളെ ഒന്ന് നോക്കി. നിറഞ്ഞ കണ്ണുകളുമായിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. രുദ്ര ചെന്ന് ഡോറ് തുറന്നതും സൂര്യയായിരുന്നു. രുദ്ര, ചന്ദ്ര ചന്ദ്ര ഓക്കെയാണോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അകത്തേക്ക് കയറിയതും സൂര്യ ചോദിച്ചു. ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് അറിയാമായിരുന്നു ഗായത്രി ദേവിയാണ് ഇതിന് പിന്നിലെന്ന്. രുദ്ര പറഞ്ഞതും സൂര്യ ഞെട്ടലോടെ നോക്കി. സൂര്യയുടെ പുറകെ കയറി വന്ന ശിവയുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. രുദ്ര, അവളെങ്ങനെ അറിഞ്ഞു? അറിയില്ല, താൻ തന്നെ ചെന്ന് ചോദിക്ക്, രുദ്ര പറഞ്ഞതും സൂര്യ വേഗം തന്നെ അവിടെ നിന്നും ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നതും കണ്ടു സോഫയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രയെ. ചന്ദ്ര, സൂര്യ പതിയെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തായിട്ട് ഇരുന്നു. ചന്ദ്ര പതിയെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. എന്തുറ്റി? നീ എന്തിനിങ്ങനെ കരയുന്നേ? ഞാനില്ലേ നിന്റെ കൂടെ? ചന്ദ്ര കരഞ്ഞുകൊണ്ട് തന്റെ അടുത്തിരിക്കുന്ന സൂര്യയെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. എന്നാലും ചന്ദ്ര, നമ്മുടെ മുത്തശ്ശി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടിട്ട്. അതെ, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അറിഞ്ഞപ്പോ എനിക്കും. പക്ഷെ ചന്ദ്ര, നീ ഇത് എങ്ങനെ അറിഞ്ഞു? വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു, ഒരു സംശയം മാത്രമായിരുന്നു. കടത്തനാട് ഇൻഡസ്ട്രിയൽ യാർഡിൽ വെച്ച് നമുക്ക് നേരെയുണ്ടായ അറ്റാക്ക്, അതിനാണ് എനിക്കൊരു സംശയം തോന്നിയത്. അവിടെ അങ്ങനെ ഒരു സംശയം തോന്നാൻ മാത്രം എന്താ ഉണ്ടായത്? സൂര്യ ചോദിച്ചു. എനിക്കെന്തോ മുത്തശ്ശിയുടെ പ്രസൻസ്, അല്ല ഗായത്രി ദേവിയുടെ പ്രസൻസ് അവിടെ തോന്നിച്ചു. അവിടെ കണ്ട ആ ചെരുപ്പ്, അത് പഴയ ഡിസൈനിലുള്ള എന്ന വില കൂടിയ ചെരുപ്പാണ്. അത് ഞാൻ എടുത്തു നോക്കിയിരുന്നു. ഇതൊരു ഫാക്ടറി തൊഴിലാളിയുടെ അല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഈ ചെരുപ്പ് ഞാൻ നമ്മുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ അമ്മയുടെ ചെരുപ്പാണിത്. ചന്ദ്ര പറഞ്ഞതും സൂര്യ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. നമ്മുടെ അമ്മയുടെയോ? അതെ, നമ്മുടെ അമ്മയുടെ. ഇതിൽ ഒരെണ്ണം മിസ്സിംഗ് ആയിരുന്നു. ഈ ഒരെണ്ണം ഞാൻ നമ്മുടെ വീട്ടിൽ കണ്ടതാണ്. ഞാനത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയോട് ചോദിച്ചപ്പോ ആ ചേച്ചിയാണ് പറഞ്ഞത് ഈ അടുത്ത ദിവസം അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നും അതിന്റെ ഒരെണ്ണം അവിടെ വെച്ച് പൊട്ടിപ്പോയത് കൊണ്ട് അമ്മ അവിടെ ഇട്ട് പോയതാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ആ ഒരെണ്ണം ഇതാണ് എന്ന് ഉറപ്പിക്കാൻ കാരണം ആ ചെരുപ്പിന് നല്ല ഭംഗിയായിരുന്നു. ഇതിന്റെ ഈ ഭാഗം ഇളക്കിയെടുത്തത് ഞാനായിരുന്നു. ഈ ഡിസൈൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഒരു ചെരുപ്പായിട്ട് അവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി ഞാനാണ് അത് കട്ട് ചെയ്തെടുത്തത്. പക്ഷെ അത് മുത്തശ്ശിയോ ആ ചേച്ചിയോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ഈ ഭാഗത്തെ ഫ്ലവർ ഇപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാകും. അത്ര ക്യൂട്ടായിരുന്നു അത് കാണാൻ. ഇത് ഞാൻ ഇളക്കിയെടുത്തപ്പോൾ ഈ പാട് വന്നതും ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് ഓർമ്മ വന്നത്, അവൾ പറഞ്ഞു. അതെ, എന്തോ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ അന്വേഷണം വേറെ റൂട്ടിലേക്ക് വഴി തിരിച്ചു വിടാനോ ആണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ഈ ചെരുപ്പ് നമ്മുടെ വീട്ടിൽ കണ്ടതാണ് എന്ന് എനിക്ക് 100% ഉറപ്പാണ്. വേണമെങ്കിൽ പരിശോധിക്കാം. നമ്മുടെ ഫ്ലാറ്റിൽ ചെന്നാൽ മതി. ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ ആയിരുന്നു, അതും സ്റ്റോണുകൾ വെച്ചിട്ട്. നിനക്കറിയാലോ, ഞാൻ ഇങ്ങനെ കാണുന്ന നല്ല ഭംഗിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ടെന്ന്. അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ടത് കൊണ്ടാണ് ഞാനത് എടുത്ത് ബാഗിലിട്ടത്, അവൾ പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ട് ശിവയും രുദ്രനും വന്നു. ശിവ, ചന്ദ്ര പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളുടെ അമ്മയെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി ഗായത്രി ദേവി ശ്രമിച്ചതാണെന്ന് എന്നോട് രുദ്ര പറഞ്ഞു. ഇപ്പോ രുദ്ര മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. ഈ പറയുന്ന ഈ ചെരുപ്പില്ലേ, ഈ ചെരുപ്പിന്റെ മറ്റൊരു ഭാഗം രുദ്രന്റെ അന്വേഷണ ടീമിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിരിക്കുന്നത് ആതിര മരിച്ച സ്ഥലത്ത് നിന്നാണ്.
ശിവ പറഞ്ഞതും ചന്ദ്രയും സൂര്യയും ഞെട്ടലോടെ രുദ്രനെ നോക്കി. അതെ, എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ഞാനത് ക്ലിയർ ചെയ്യായിരുന്നു ഇത്രയും നേരം, രുദ്ര പറഞ്ഞു. അതിനർത്ഥം ഗായത്രി ദേവി ഞങ്ങളുടെ അമ്മയെ തന്നെ കുറ്റക്കാരിയാക്കാൻ ഇതിനു മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അമ്മയ്ക്കെതിരായുള്ള തെളിവുകൾ പലയിടത്തും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അല്ലേ? അവിടെയെല്ലാം ഗായത്രി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടായിട്ടുണ്ട് അല്ലേ? ചന്ദ്ര ചോദിച്ചു. അതെ, അത് മാത്രമല്ല, നിങ്ങളുടെ അച്ഛനെക്കുറിച്ചും ഞാൻ അന്വേഷിച്ചിരുന്നു. അയാൾക്ക് നിങ്ങളുടെ അമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഒരു പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയത്തെ നിങ്ങളുടെ അച്ഛന്റെ വീട്ടുകാര് സമ്മതിച്ചില്ല. എന്നാ നിങ്ങളുടെ അച്ഛൻ അവരെ ആരും അറിയാതെ വിവാഹം കഴിച്ചിരുന്നു. ആ സമയത്താണ് നിങ്ങളുടെ മുത്തശ്ശന്, അതായത് നിങ്ങളുടെ അച്ഛന്റെ അച്ഛന് അറ്റാക്ക് വരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലായിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം നിങ്ങളുടെ അമ്മയെ വിവാഹം കഴിക്കുകയായിരുന്നു. അപ്പോഴും ആ പഴയ ബന്ധം ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതും കൊണ്ട് നടന്നിരുന്നു, ആരും അറിയാതെ. അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജനനം കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ അമ്മയ്ക്ക് അയാളിൽ സംശയങ്ങൾ തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് വീണ്ടും നിങ്ങളുടെ അച്ഛൻ ആദ്യം വിവാഹം കഴിച്ച ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ ഇക്കാര്യം അറിഞ്ഞപ്പോ മനഃപൂർവ്വം നിങ്ങളുടെ അച്ഛനിൽ നിന്നും വിവാഹബന്ധം വേർപെടുത്തുകയായിരുന്നു. നിങ്ങളുടെ അച്ഛൻ ആദ്യം വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞില്ലേ? അവരെ ലീഗലി വിവാഹം കഴിച്ചിട്ടില്ല. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി കൊണ്ടുവരിക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള വിവാഹം നിയമപ്രകാരമാണ് നടന്നത്. ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മ ആ ബന്ധം വേർപെടുത്തി കൊടുക്കുകയായിരുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും ലൈഫ് ഇങ്ങനെയാകാൻ പ്രധാന കാരണം ഈ പറയുന്ന ഗായത്രി ദേവി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ മുതല് ഗായത്രി ദേവിയിൽ വന്ന ഒരു സംശയത്തിന്റെ പുറത്ത് ഞാൻ തുടങ്ങിയ അന്വേഷണത്തിൽ നിന്നും എനിക്ക് പല കാര്യങ്ങളും എന്റെ മുന്നിൽ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് പറയാത്തത്. രുദ്ര പറഞ്ഞു നിർത്തിക്കൊണ്ട് ചന്ദ്രയെ നോക്കി. സൂര്യ, ചന്ദ്ര, അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അനുസരിക്കുമോ? ശിവ ചോദിച്ചതും ചന്ദ്ര നോക്കിയത് രുദ്രനെയായിരുന്നു. ആ സമയം രുദ്രന്റെ നോട്ടവും പോയത് ചന്ദ്രയിൽ തന്നെയായിരുന്നു. പിന്നെ ചന്ദ്രയും സൂര്യയും പരസ്പരം നോക്കി. അനുസരിക്കാം, രണ്ടുപേരും ഒരുപോലെ തന്നെ പറഞ്ഞു. ഇനി കുറച്ചുനാള് നിങ്ങൾ ഈ കേസിന്റെ പുറകെ നടക്കുന്നില്ല. ഇത് നിങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നിങ്ങൾ പഴയതുപോലെ കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, പോരുന്നു. വേറെ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടുന്നില്ല. അത് മാത്രമല്ല, ഈ കേസ് അന്വേഷിക്കുന്ന ആളാണ് ഞാൻ. ഞാനുമായിട്ടോ ശിവയുമായിട്ടോ ഇനി നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട്സും ഉണ്ടാകില്ല. നമ്മൾ കാണുന്നില്ല, സംസാരിക്കുന്നില്ല. അതെന്താ? പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചു. അത് കേട്ട് രുദ്രന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അതേ പുഞ്ചിരിയോടെ തന്നെ രുദ്ര ശിവയെ നോക്കി. അവിടെയും ആ പുഞ്ചിരിയുണ്ട്. അയ്യോ, പേടിക്കണ്ട, പെട്ടെന്ന് ഇവനെ വിളിക്കണ്ട, കാണണ്ടെന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥയില് നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കും പറ്റായികയാണ്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ശിവ പറഞ്ഞുകൊണ്ട് നോക്കിയത് സൂര്യയായിരുന്നു. ഇപ്പോ നമ്മൾ സംസാരിക്കാതിരിക്കാൻ മാത്രം എന്ത് എന്ത് പ്രശ്നമാണുള്ളത്? ചന്ദ്ര ചോദിച്ചു. പ്രശ്നം വേറൊന്നുമല്ല. ഗായത്രി ദേവി നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നോക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ പോയാലും അത് ഈ നിമിഷം പോലും ഗായത്രി ദേവിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങളെ നിരീക്ഷിച്ച് ഗായത്രി ദേവി നടക്കട്ടെ, കൂടെ ഞങ്ങളെയും. പക്ഷേ ഈ കേസുമായിട്ട് എനിക്ക് മുന്നോട്ട് പോയാലേ പറ്റൂ. നമ്മൾ തമ്മിൽ സംസാരിക്കാറുണ്ടെന്നും കാണാറുണ്ടെന്ന് എല്ലാം നിങ്ങൾ ഗായത്രി ദേവിയോട് പറഞ്ഞിട്ടില്ലേ? രുദ്ര ചോദിച്ചതും പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താ പറഞ്ഞത്? ഞങ്ങളോട് ഒരു അകലം പാലിക്കാനോ അല്ലെങ്കിൽ ഉള്ളത് മുഴുവനും ഞങ്ങളോട് പറയരുത് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശിവ ചോദിച്ചു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. എന്നാൽ ഓരോ ദിവസങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം പറയാറുണ്ട്, അല്ലേ സൂര്യ? ചന്ദ്ര ചോദിച്ചതും അതെ. രാത്രി 9 മണി മുതൽ ഞങ്ങൾ മുത്തശ്ശിയുമായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കാറുണ്ട്. അപ്പോ എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ കോളേജിലുണ്ടായ വിശേഷങ്ങൾ പറയുന്നത് പോലെ തന്നെ ചന്ദ്രയും വിശേഷങ്ങളെല്ലാം പറയാറുണ്ട്.
അതുകൂടാതെ ഇപ്പോ ആതിര കേസിന്റെ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇന്ന് എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ മുത്തശ്ശിയോട് പറയാനുണ്ട്. സൂര്യ പറഞ്ഞു. ഉം അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെ സ്വയം അറിയാതെ എല്ലാ കാര്യങ്ങളും ഗായത്രി ദേവിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വേണം. നിങ്ങൾ പറഞ്ഞു കേട്ടതും അവരുടെ ആളുകൾ കണ്ടെത്തിയതും വെച്ചിട്ടാണ് നമ്മൾ എവിടെ പോകുന്നു. ഇപ്പൊ നമ്മൾ കടത്തനാട് ഇൻഡസ്ട്രിയൽ യാർഡിൽ പോയില്ലേ, ആ കാര്യങ്ങളടക്കം അവരറിഞ്ഞത്. അവിടെ നിങ്ങളുടെ അമ്മയ്ക്കെതിരുള്ള തെളിവുകൾ അവിടെ കൊണ്ടുവന്ന് ഇട്ടതും അതിനുള്ള വഴി ഒരുക്കി കൊടുത്തതും നമ്മൾ തന്നെയാണ്. നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ നിരീക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി സൂക്ഷിക്കണം. ഇനി സൂക്ഷിച്ചേ ഓരോ ചൂടും വെക്കാൻ പാടുള്ളൂ. ഇതെല്ലാം ഗായത്രി ദേവി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കാൻ എനിക്കെന്തോ തോന്നുന്നില്ല. രുദ്ര പറഞ്ഞുകൊണ്ട് ശിവയെ നോക്കി. അതും ശരിയാണ്. ആരൊക്കെയോ ഈ പറയുന്ന ഗായത്രി ദേവിയുടെ പിന്നിലുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ നമുക്ക്. നിസ്സാരമായ ഒരു കാര്യമല്ല അവർ ചെയ്തിരിക്കുന്നത്. ഇത് വർഷങ്ങളായിട്ട് ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങൾ ചിലപ്പോൾ ഇതിലൂടെ തെളിയാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മുത്തശ്ശൻ, മുത്തശ്ശി മിക മഹേശ്വരി അടക്കം അവരുടെ മരണങ്ങൾ വരെ ചിലപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ തോന്നൽ മാത്രമാണ്. തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല. ഈ തെളിവെല്ലാം കിട്ടണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. പക്ഷേ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട്സ് ഞങ്ങൾ വെക്കുന്നുമില്ല. നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുമില്ല. പണ്ട് എങ്ങനെയായിരുന്നു നിങ്ങൾ മുത്തശ്ശിയോട് സംസാരിച്ചു കൊണ്ടിരുന്നത്? സംസാരിക്കുക, ഇടയ്ക്ക് വീട്ടിൽ പോവുക. വീട്ടിൽ പോകേണ്ടത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ വേണ്ടത്, ആതിരയുടെ കേസിൽ നിന്ന് നിങ്ങൾക്കൊന്നും വ്യക്തമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിരിക്കുന്ന തെളിവുകൾ മുഴുവനും നിങ്ങളുടെ അമ്മയ്ക്കെതിരെയാണ്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ മുത്തശ്ശിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോട് ഇപ്പോഴും ഒരു ഇഷ്ടക്കേടുണ്ട്, ശത്രുതയാണ്. നിങ്ങളുടെ പ്രിയ കൂട്ടുകാരി ആതിരയുടെ മരണത്തില് നിങ്ങളുടെ അമ്മയ്ക്ക് എന്തോ പങ്കുണ്ട്. അങ്ങനെയെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ട് വേണം ഗായത്രി ദേവിയോട് പറയാൻ. പറയുക മാത്രമല്ല, ബോധ്യപ്പെടുത്താൻ. എന്നാൽ മാത്രമേ നമുക്ക് അവരിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ എടുക്കാൻ പറ്റൂ. എന്തൊക്കെ എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. രുദ്ര പറഞ്ഞു നിർത്തി. രുദ്ര, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചന്ദ്ര ചോദിച്ചതും രുദ്ര അവളുടെ മുഖത്തേക്ക് നോക്കി. അത് പിന്നെ, ഞങ്ങളുടെ അമ്മ പാവാണെങ്കിൽ, ഇതിലൊന്നും ഞങ്ങളുടെ അമ്മയ്ക്ക് പങ്കില്ലെങ്കിൽ ഞങ്ങൾ അമ്മയോട് ചെയ്തത് വലിയൊരു തെറ്റല്ലേ? ഞങ്ങളുടെ അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവ്, അവരും ഗായത്രി ദേവിയുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണോ ഞങ്ങളുടെ അമ്മയെ വിവാഹം കഴിച്ചത്? അതിലമ്മയ്ക്ക് മക്കളുണ്ട്. ഞങ്ങൾക്കറിയാം. ഞങ്ങളെ രണ്ടുപേരെയും ഞങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോ ആവശ്യമൊന്നുമില്ല. അമ്മയ്ക്ക് ഇപ്പോൾ സ്നേഹിക്കാൻ ഭർത്താവുണ്ട്, മക്കളുണ്ട്. പക്ഷെ ഞങ്ങൾക്കല്ലേ ആരും ഇല്ലാതായി പോയത്. ഇത്രയും നാളും മുത്തശ്ശി ഗായത്രി ദേവി ഉണ്ടെന്ന് കരുതി. പക്ഷേ ശരിക്കും ഇപ്പോഴും ഞങ്ങൾ ആരുമില്ലാത്തതായി പോയതല്ലേ? ചന്ദ്ര പറഞ്ഞുകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് കരഞ്ഞു. അത് കണ്ടതും സൂര്യ അവളെ കെട്ടിപ്പിടിച്ചു. അവളും കരയുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് നിന്ന രുദ്രനും ശിവയ്ക്കും വല്ലാത്ത സങ്കടം തോന്നി. എങ്ങനെ ഇവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു രുദ്രവും ശിവയും. രുദ്രൻ നടന്ന് ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു. ചന്ദ്രയുടെ അടുത്തിരുന്നു. ചന്ദ്ര, അവൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. അപ്പോഴും മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് കരയുന്ന അവളെ അവൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടതും ശിവ വന്ന് സൂര്യയുടെ അടുത്തിരുന്നു. സൂര്യ, നീയും കൂടി കരയാണോ? ദേ, ഏറ്റവും ബോൾഡായിട്ട് നിൽക്കുന്ന ചന്ദ്ര, അവളിങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അപ്പോ ബോൾഡായിട്ട് നിൽക്കേണ്ടത് നീയല്ലേ? അവൾക്ക് താങ്ങാവേണ്ടത് നീയല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പരസ്പരം താങ്ങാവാൻ പാടില്ലേ? ആശ്വസിപ്പിക്കാൻ പാടില്ലേ? നിങ്ങൾ മതി നിങ്ങൾക്ക്. അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്ക്. ശിവ പറഞ്ഞു. പറ്റുന്നില്ല ശിവ. ഇത്രയും നാളും അച്ഛനും അമ്മയും ഇല്ലെങ്കിലും ഗായത്രി ദേവി എന്ന് പറയുന്ന ബോൾഡായിട്ടുള്ളൊരു മുത്തശ്ശി ഉണ്ടെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങള് ഇപ്പോ ആ അഹങ്കാരം ഞങ്ങളുടെ ജീവിതത്തിന്റെ നാശമായിരുന്നു, തോൽവിയായിരുന്നു എന്ന് അറിയുമ്പോൾ
താങ്ങാൻ പറ്റുന്നില്ല ശിവ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ ശിവയുടെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു. അത് കണ്ടതും ശിവ അവളെ ചേർത്ത് പിടിച്ചു. ആ സമയം രുദ്ര അവന്റെ കൈകൾ കൊണ്ട് ചന്ദ്രയെയും ചേർത്ത് പിടിച്ചിരുന്നു. തനിക്ക് ഒരു താങ്ങ് കിട്ടിയതുപോലെ ചന്ദ്ര അവനെ ചുറ്റിപ്പിടിച്ചു. അവന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് കരയുകയായിരുന്നു. ശിവയും രുദ്രും അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയാതെ രണ്ടുപേരുടെയും തലയിൽ തലോടിക്കൊണ്ടിരുന്നു. സൂര്യ, നീ വാ, നമുക്ക് അകത്ത് പോയിരിക്കാം. ശിവ പറഞ്ഞുകൊണ്ട് സൂര്യയെ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റി. ഞാൻ വരുന്നില്ല, എന്റെ ചന്ദ്ര. സൂര്യ, ചന്ദ്രയ്ക്ക് ഇപ്പോ ഏറ്റവും ആവശ്യം ദേ ആ രുദ്രനെയാണ്. രുദ്രന് പറ്റും നിന്റെ ചന്ദ്രയെ പഴയ പോലെ ആക്കാൻ. അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് കരഞ്ഞാല് അവൾക്കും സങ്കടം കൂടെയല്ലോളൂ. വാ, നമുക്കകത്ത് പോയിരിക്കാം. ചന്ദ്ര ഒന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ രുദ്ര കൊണ്ടുവരും അങ്ങോട്ട്. അതുവരെ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ശിവ സൂര്യയുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും, ചെല്ല് സൂര്യ, ഞാൻ കൊണ്ടുവരാം ചന്ദ്രയെ, രുദ്ര പറഞ്ഞു. അത് കേട്ടതും സൂര്യ ചന്ദ്രയെ ഒന്ന് നോക്കി. പിന്നെ അവിടെ നിന്നും എഴുന്നേറ്റു. സൂര്യയും കൊണ്ട് ശിവ ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് പോയി. ചന്ദ്ര അപ്പോഴും രുദ്രനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. അവളുടെ വിശ്വാസമായിരുന്ന, ധൈര്യമായിരുന്ന, തൻ്റെ എല്ലാത്തിനും തങ്ങൾക്ക് കൂടെ എപ്പോഴും ഉണ്ടാകും എന്ന് കരുതിയ ആള് തങ്ങളുടെ ആരുമല്ല എന്നറിയുമ്പോൾ, തങ്ങളെ ചതിക്കുകയായിരുന്നു എന്നറിയുമ്പോൾ, തങ്ങൾക്ക് അച്ഛനും അമ്മയും അവരുടെ സ്നേഹവും എല്ലാം നഷ്ടപ്പെടാൻ കാരണം അവരാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന സങ്കടമാണ്, വേദനയാണ് അവളെ കരഞ്ഞു തീർക്കുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ രുദ്ര അവളെ ചേർത്ത് പിടിച്ച് സോഫയിൽ ചാരിയിരുന്നു. അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുനീർ വീണ് അവന്റെ നെഞ്ച് നനയുന്നുണ്ടായിരുന്നു. എന്നാലും അതൊന്നും കാര്യമാക്കാതെ അവളുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു ഇടമായി മാറിക്കഴിഞ്ഞിരുന്നു രുദ്ര ആ സമയം. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.